ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പാലക്കാമാല ഉണ്ടാക്കിയാലോ? സാരിയുടെ ഒപ്പമൊക്കെ എന്നും ട്രെൻഡിങ് ആയി നിൽക്കുന്നതാണ് അല്ലേ നമ്മുടെ പാലക്കാമാല. അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലൊരു ബോക്സായിട്ട് ഇതിൻ്റെ സെറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതിലൊരു ജോഡി കമ്മലുണ്ടാവും. ബാക്കി നമുക്ക് മാല സെറ്റ് ചെയ്യാനുള്ള പെൻഡൻ്റ് അടക്കം ഐറ്റംസ് എല്ലാം ഉണ്ട്. അതിലൊരു പേപ്പർ ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കി ഇതിനെങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എളുപ്പമാണ്. അത് നോക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. അതാണ് ആ കമ്മൽ, അതിലുള്ള കമ്മൽ വരുന്ന സ്റ്റഡ്. അത് മാറ്റി വയ്ക്കാം. നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം സെൻറ്ററിൽ ആ പെൻഡൻ വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിന് സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ടും ഇത് ബ്ലൂ കളർ ഒരു സ്റ്റോൺ ഉണ്ട്, അത് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ആ പാലക്കയുടെ പെൻഡൻറ്റ് ഓരോന്ന് അപ്പുറത്തും വയ്ക്കാം. വീണ്ടും ബ്ലൂ കളർ സ്റ്റോൺ വയ്ക്കാം. വീണ്ടും പെൻഡൻറ്റ് വയ്ക്കാം. ആ രീതിയിൽ നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇത് നല്ല ബ്ലൂ കളർ നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടിയും ഒരു നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഗ്രീൻ, മെറൂൺ എല്ലാ ഷെയ്ഡും അവൈലബിൾ ആണ്. നമുക്ക് ബാക്ക് ത്രെഡ് വേണം, സൈഡ് റിങ് വേണം, ഗിയർ ലോക്ക് വേണം, പിന്നെ നമുക്ക് ഗിയർ വയർ വേണം. ഇത്ര ഐറ്റംസാണ് നമുക്കിതിന് വേണ്ടത്. ഗിയർ വയർ നമുക്ക് ഒരു സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഡബിൾ ലെയർ വേണം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിനെ 2 പീസായിട്ട് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം. ഡബിൾ ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് ആദ്യം തന്നെ ഒന്ന് ലോക്ക് ചെയ്ത് നിർത്തണം. അതിൻ്റെ തുമ്പത്തായിട്ട് നമുക്ക് ഗിയർ ലോക്ക് 2 വയറിലൂടെയും ഗിയർ ലോക്ക് ഇട്ട് അതിനവിടെ ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് നിർത്താം. പ്ലെയർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ലോക്കാവും. 2 വയറും നമുക്ക് അതേപോലെ തന്നെ ലോക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മുടെ ഈ സൈഡിൽ ആദ്യമായിട്ട് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റോണിനെ നമുക്ക് ഇതിനുള്ളിലൂടെ കോർത്തെടുക്കണം 2 വയറിലൂടെ. അത് ആദ്യം നമുക്കതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കോർക്കാം. ആ ബീഡിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കോർത്തെടുക്കാം. എപ്പോഴേ അതിൻ്റെ ആ ഒരു പുറത്ത് വരുന്ന രീതിയിൽ വരുന്നുള്ളൂ. ഉള്ളിലൂടെ പുറത്തേക്ക് കോർക്കുമ്പോൾ നമ്മുടെ ഗിയർ ലോക്ക് അതിൽ വന്ന് ലോക്കായി അവിടെ സെറ്റായിരിക്കും. അതിന് ശേഷം ആ ബ്ലൂ കളർ സ്റ്റോണിൻ്റെ 2 സൈഡിലും അതിന് ഹോളുണ്ട്, 2 സൈഡ് ഹോളുണ്ട്. അപ്പോൾ അത് ആ സൈഡിലൂടെ നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് കോർത്തെടുക്കുക. അത് കോർക്കുമ്പോൾ ഫ്രണ്ടിൽ ലാസ്റ്റ് ബാക്കിലും വരുന്ന ഗിയർ വയർ അതേ രീതിയിൽ തന്നെ കോർത്തെടുക്കണം, അല്ലെങ്കിൽ മറഞ്ഞു പോകും. അതുപോലെ തന്നെ ആ പെൻഡൻറ്റിൻ്റെ ഉള്ളിലൂടെയും 2 സൈഡിൽ ഹോളുണ്ട്, അതിലൂടെ തന്നെ നമുക്ക് വീണ്ടും കോർത്തെടുക്കാം. ഫസ്റ്റ് വരുന്ന ഗിയർ വയർ ഫസ്റ്റത്തെ ഹോളിലൂടെയും രണ്ടാമത്തെ ഹോളിലൂടെ അങ്ങനെ തന്നെ കോർക്കണം, അല്ലെങ്കിൽ അത് മറഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിക്കണം. ആ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് കോർത്തെടുക്കാം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ രീതിയിൽ നമുക്ക് കോർത്തെടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല. കോൾഡ് മാറിയെങ്കിലും സൗണ്ട് ക്ലിയറായി വന്നിട്ടില്ല. ചുമയൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടാവില്ലേ? നമുക്കിവിടെ നല്ല മഴയാണ്. ഓരോ വീടായിട്ട് നമ്മളത് ശ്രദ്ധിച്ച് കോർത്തെടുക്കാം. ചിലതിൻ്റെ ഹോൾ ഇത്തിരി ചെറുതാണ്, അത് കാരണം അത് കോർക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മളപ്പോൾ സൂചി വെച്ച് ഒന്ന് അകത്തി കൊടുത്താൽ മതി. ചിലതിൻ്റെ ഹോള് ഫുള്ളായിട്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനത് സൂചി വെച്ച് ഒന്ന് അകത്തി കൊടുത്തപ്പോൾ അത് റെഡിയായി. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ ഞാൻ ഇതേപോലെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ഞാൻ ഇതിന് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എംബ്രോയിഡറിയുടെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വയ്യാതിരിക്കുന്ന കാരണം പിന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ക്ലാസ് പോലെ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 സ്റ്റിച്ച്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊന്ന് കുറവായി കഴിഞ്ഞ് പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്ന് ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എംബ്രോയിഡറിയുടെ വീഡിയോസും അപ്ലോഡ് ചെയ്യും. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ആരി വർക്കിൻ്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ കോൾഡിൻ്റെ ഒക്കെ ഒന്ന് സെറ്റായതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എംബ്രോയിഡറിയും ആരി വർക്കും ഇതിന് മുമ്പ് ഞാൻ ഡിസൈൻ ചെയ്ത വീഡിയോസൊക്കെ ചാനലിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും പോയി അതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പാലക്കയുടെ ഒരു സൈഡ് കോർത്ത് കഴിഞ്ഞ് നമ്മൾ പെൻഡൻറ്റ് കോർക്കുകയാണ്. പെൻഡൻറ്റിനും സെയിം തന്നെ 2 ഹോളാണ്. അതിലൂടെ തന്നെ നമ്മൾ 2 ഗിയർ വയറിനും കോർത്തെടുത്ത് അത് സെറ്റ് ചെയ്യാം. ഇതേ രീതിയിൽ നമുക്ക് അപ്പുറത്തെ സൈഡ് ഒന്ന് കോർത്ത് വരാം. അത് ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അങ്ങനെ ആ സൈഡും കോർത്ത് കഴിഞ്ഞ് ലാസ്റ്റുള്ള ആ ബീഡ് കോർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റോൺ കോർത്തതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് വരുന്ന ആ ലോക്ക് ചെയ്യാനുള്ള
ആ സ്റ്റോണ് നമ്മൾ ആദ്യം ഉള്ളിലൂടെ പുറത്തേക്ക് കോർത്തു. ഇത് പുറത്തുനിന്ന് ഉള്ളിലേക്കാണ് കോർക്കുന്നത്. എങ്കിലേ നമുക്കതിൽ എൻഡ് ലോക്കിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കോർക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ കൊളുത്ത് പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം കോർക്കാൻ. ആ സൈഡ് ആ കൊളുത്ത് വരണം. നമുക്ക് ബാക്ക് ത്രെഡ് അതിലൂടെ കോർത്തെടുക്കേണ്ടതാണ്. അത് സെറ്റായതിന് ശേഷം നമ്മുടെ എൻഡ് ലോക്ക് നമുക്ക് ഈ ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ലോക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ലോക്ക് ചെയ്തിട്ട് കോർത്തു. ഇത് നമ്മൾ ഇത് ലാസ്റ്റ് കോർത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ എൻഡ് ലോക്കിനെ നമുക്ക് ഒന്ന് കോർത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെയും എൻഡ് ലോക്ക് കോർത്തെടുക്കുക. അധികം ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. മാല വല്ലാതെ ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ അതൊന്ന് ഫ്ലെക്സിബിളായിട്ട് കിടക്കില്ല. പാലക്കമാല ഒന്ന് ഫ്ലെക്സിബിളായിട്ട് കിടന്നാലാണ് നമ്മുടെ കഴുത്തിലിടുമ്പോൾ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അതിന് ശേഷം നമ്മൾ കോർത്ത ഗിയർ ലോക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. വല്ലാതെ ടൈറ്റ് ചെയ്യരുത്. ഒരെണ്ണം ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഗിയർ വയറിലെ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പാലക്കയുടെ ഒരുവിധം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഗിയർ വയറിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ പാലക്കയുടെ മുക്കാൽ ഭാഗം പണി കഴിഞ്ഞു എന്ന് പറയാം നമുക്ക്. ഇനി നമുക്ക് അതിൻ്റെ ലോക്ക് പെൻഡൻറ്റിൻ്റെ ഉള്ളിൽ ആ ഹോളിലൊക്കെ നമുക്ക് ഗുങ്കുരു ബീഡ് കോർത്ത് കൊടുക്കണം. ഗുങ്കുരു ബ്ലൂ കളർ എൻ്റെ അടുത്തില്ല, അപ്പം ഞാനത് ഉണ്ടാക്കാം നമുക്ക് എളുപ്പത്തിൽ. ഈ ഒരു ടൈപ്പ് വയറുണ്ട്, അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കമ്പി പോലെയാണ്, അതിൻ്റെ തുമ്പത്തൊരു ഗോൾഡൻ കളർ മുത്ത് പോലെയുണ്ട്. അതിലൂടെ നമ്മുടെ ബ്ലൂ കളർ ബീഡ് നമുക്കതിലൂടെ ഒന്ന് കോർത്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ പെൻഡൻറ്റിൻ്റെ ആ ഹോളിലൂടെ അതിനെ ഒന്ന് കോർത്ത് ജസ്റ്റ് ഒരു ചെറിയതായിട്ടൊരു ഹൂപ്പ് പോലെ വയ്ക്കുക. എന്നിട്ട് അതിലൂടെ ചുറ്റിയെടുക്കുക. നമ്മുടെ ബീഡിൻ്റെ കൂടെ ചുറ്റിയെടുത്താൽ അതവിടെ ഹാങ്ങിങ് ആയിട്ട് കിടക്കും. ഗുങ്കുരു ബീഡ് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഒരു ഹോള് പോലെ ആക്കിയിട്ട് ആ ബീഡിനുള്ളിലൂടെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുക. ഇത് നമ്മൾ ആ പെൻഡൻറ്റിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് ബീഡിനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ബാലൻസ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഗുങ്കുരു ബീഡ് നമ്മുടെ കയ്യിലില്ലെങ്കിലും നമുക്ക് ഈ ഒരു കമ്പി വെച്ച് നമുക്ക് ഗുങ്കുരു ബീഡ് ഉണ്ടാക്കാം. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനൊന്ന് അവിടെ പ്രസ് ചെയ്ത് വയ്ക്കുക കമ്പി. അപ്പോൾ നമുക്ക് ഒരു ബ്ലൂ കളർ ഗുങ്കുരു ബീഡ് റെഡി ആയിട്ടുണ്ട്. ഷുഗർ ബീഡ് കൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്, ഇത് കുറച്ച് സൈസ് കൂടിയ ബീഡാണ്. അടുത്ത ബീഡ് നമുക്കതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആ ഹോളിലൂടെ കടത്തി നമുക്കതിനൊന്ന് ചുറ്റിയെടുക്കാം. നന്നായിട്ട് ചുറ്റി അങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അതവിടെ അങ്ങനെ നല്ല രീതിയിൽ പ്രസ്സായിരുന്നോളും. അതിനുശേഷം ബാലൻസ് വരുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എല്ലാ ഹോളിലും നമുക്കിതുപോലെ ബീഡ്സ് കോർത്ത് ഹാങ്ങിങ് തയ്യാറാക്കിയെടുക്കാം. എളുപ്പമാണ്, അത് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്. ബ്ലൂ കളർ എൻ്റെ ഉള്ളത് ഒരു വൈറ്റ് കളറാണ്. അത് വൈറ്റ് കളർ ഇതിൽ വന്ന ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് ബ്ലൂ കളർ തന്നെ വേണം. അപ്പോൾ ബ്ലൂ കളർ ഷുഗർ ബീഡ് ഉണ്ടായില്ല, അപ്പോൾ ഞാൻ ബ്ലൂ കളർ ബീഡ് എടുത്തിട്ട് നമ്മളതിനെ ഒന്ന് സെറ്റാക്കി എടുത്തു. എല്ലാ ഹോളിലൂടെയും നമുക്കിത് സെറ്റാക്കി എടുക്കാം. ഇതൊരു ക്രിസ്റ്റൽ ബീഡാണ്. നമ്മൾ പാദസരമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബീഡുണ്ടല്ലോ, ക്രിസ്റ്റൽ ബീഡാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പാലക്കാമാല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിൽ ബാക്ക് ത്രെഡ് മാത്രമേ കോർക്കാനുള്ളൂ. അതിൻ്റെ സൈഡിൽ ആ ഹോളിലൂടെ നമുക്ക് ബാക്ക് ത്രെഡ് കോർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പാലക്കാമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ പാലക്കാമാല സെറ്റായി. മലയാളികളുടെ ഒരു ട്രഡീഷണൽ ഓർണമെൻ്റാണ് നമ്മുടെ പാലക്കാല. അതിൻ്റെ ട്രെൻഡ് ഒരിക്കലും പോവില്ല. നമുക്ക് ഏത് ഫങ്ഷനായാലും നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു മാലയാണ്. നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു ഐറ്റവുമായി അടുത്ത വീഡിയോയിൽ കാണാം.